എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ അഗ്നിപരീക്ഷ അത് ചെറുതായിട്ട് ചൂടൊക്കെ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടെന്ന് പറഞ്ഞാൽ കത്തിക്കാനായിട്ട് ജഡ്ജസിന് വേണ്ടി വന്നു. ഇങ്ങനെ തീപ്പെട്ടിക്കൊള്ളൊക്കെ അരച്ച് ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2-3 ദിവസമായി ഈ അഗ്നിപരീക്ഷയുടെ സുനാപ്പിയും പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഒരു 3 ദിവസത്തെ എപ്പിസോഡൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് ലാവിഷായിട്ട് തീയൊക്കെ വന്നിട്ട് ചെയ്യാം. അതുകൊണ്ടൊന്നും അല്ല, വേറെ കുറച്ച് പരിപാടിയായിട്ട് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ബിഗ് ബോസിൻ്റെ റിവ്യൂ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് ബട്ടൺ അവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിലും കൂടെ പിടിച്ചൊരു ഞെക്ക് വെച്ച് കൊടുക്കുക. ഈ വീഡിയോ ഞാൻ എൻ്റെ മറ്റൊരു ചാനലിലോട്ട് കൊളാബ് അടിക്കുന്നുണ്ട്, ആ ചാനലും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ ലാഗ് അടുപ്പിച്ച് കൊളവാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കയറാം. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം പുഴുക്കുത്തും ചൊറിച്ചിലും മാന്തലും ഒക്കെ വന്നിട്ടുള്ളൊരു സാധനം. ഇന്നത്തെ എപ്പിസോഡിനെ നമ്മൾ ദ ട്രസ്റ്റ് എന്ന് പേരിടുന്നു. മൊത്തം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമുണ്ടോ? ഇതാണ് സാധനം. അധികമായാൽ അമൃതയും പ്രശ്നമാണെന്ന് പറയുന്ന പോലെ തന്നെ വിശ്വാസം കൂടിയാലും പ്രശ്നമാണ്. അങ്ങനൊരു പ്രശ്നം ഈ എപ്പിസോഡിൽ സംഭവിക്കുന്നുണ്ട്. അത് പോകെ നമുക്ക് പറയാം. ആദ്യം ഇന്ന് തുടങ്ങിയപ്പോൾ റനീഷ് നല്ല സുന്ദരി കുടുക്കാച്ച് കുട്ടിയുടെ വാവയായിട്ട് വന്നിട്ട് കയ്യിൽ 2 സൂത്രങ്ങൾ വെച്ചു. ഇതിനകത്ത് ഈ സൂത്രം കണ്ട, ഇതാണ് കത്തിക്കുത്ത്. കച്ച 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 കട്ടപ്പ കുത്തിയ കുത്തുണ്ടല്ലോ, ആ കുത്ത്. അപ്പുറത്തെ കയ്യിലിരിക്കുന്ന കുത്താണ് റോസാപ്പൂ ചിങ്ങ റോസാപ്പൂ, ആ റോസാപ്പൂ. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടസ്റ്റൻറ്റ് വരണം. ആ കണ്ടസ്റ്റൻറ്റ് 2 പേരെ സെലക്ട് ചെയ്യണം. ഒന്ന്, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആൾ, അയാൾക്ക് റോസാപ്പൂ കൊടുക്കണം. 2, ഞാൻ ഇവിടെ എൻ്റെ പൊന്നടവ് ഈ നാറിനെ വിശ്വസിക്കാനേ കൊള്ളില്ല, അങ്ങനെയുള്ള ആൾ, അയാൾക്ക് റോസിന് പകരം ഈ കത്തിക്കുത്ത് കൊടുക്കണം. ഇതാണ് സെറ്റപ്പ്. കാര്യം മനസ്സിലായല്ലോ? ഇങ്ങനെ ആൾക്കാരെ വിളിച്ചിട്ട് കൊടുക്കണം. അതായത് ഈ കണ്ടസ്റ്റൻസിനെ തമ്മി തല്ലിക്കുന്ന ഒരു പരിപാടി. ഞാൻ നോക്കുമ്പോഴത്തേന് ഇത്ര നാളത്തെ മറ്റേ കുളങ്കര കുപ്പി കമത്തി വെച്ച് കുപ്പി എടുത്ത് തിരിച്ചു വെക്കുക, അതിനെയൊക്കെ അപേക്ഷിച്ച് കൊള്ളാം. കുറച്ചും കൂടി ഇൻ്റലിജൽ ഗെയിംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ, നമ്മളെ സ്ഥിരം സെറ്റപ്പ് ഒന്നുമല്ല, അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. ഓക്കെ, നമ്മൾ പറയുന്നതിലാണല്ലോ കാര്യം. ഓക്കെ, അപ്പോൾ ആദ്യം വന്നത് ഈ അഫിയാനാസ് ആണ് വന്നത്. പുള്ളിക്കാരി വന്നിട്ട് ഇവർ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുന്നതിൽ എനിക്ക് തോന്നി. എനിക്ക് ചില ആൾക്കാരുടെ ഗെയിം ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരി സെലക്ട് ചെയ്ത് നമ്മുടെ ഈ രാകേഷ് എന്ന് പറയുന്ന ഈ ചട്ടൈനെയാണ്. ഇവർ തമ്മിലൊരു ഒരു ജോയിൻ്റ് പ്രശ്നം എവിടെയോ കിടപ്പുണ്ട്. അതായത് ഈ പുള്ളിക്കാരി അഫിയാനാസ് എപ്പോഴും രാകേഷിൻ്റെ അടുത്ത് പറഞ്ഞെന്ന് തോന്നുന്നു, എന്നങ്ങനെ രാകേഷ് അവകാശപ്പെടുന്ന കൊച്ചിക്കാരെല്ലാം മറ്റേ ടീമാ അടിച്ച് കിറങ്ങി ആ ടീമാണെന്ന് പറയുന്നു എന്നാണ് ഇവർക്കിടയിലെ പ്രശ്നം. ഈ പ്രശ്നത്തെ ചൊല്ലി 2-3 എപ്പിസോഡിലായി ഒരേ സാധനം ഇട്ട് പറത്തോണ്ടിരിക്കുന്നു. വേറെ കണ്ടന്റും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് ഓൾറെഡി ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ ഇന്ന് കാണിക്കത്തുള്ളല്ലോ. അപ്പോൾ ദയവ് ചെയ്ത് ഈ അഫിയാനാസും രാകേഷ് ചേട്ടനും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ മാറ്റിപ്പിടി. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ഇട്ട് ഒരു സുഖമില്ല. അത് വേറെ പ്രത്യേകിച്ച് കണ്ടന്റും ഇല്ല. തുടങ്ങി 3-4 ദിവസമായി നിങ്ങൾ ഈ കൊച്ചിക്കാരെല്ലാം ഡൂഡാണോ വച്ച് ഈ സാധനം ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഈ പുള്ളിക്കാരി ഈ ചേട്ടന് കത്തിക്കുത്ത് കൊടുത്തു, കട്ടപ്പ കുത്തു കൊടുത്തു. അതേപോലെ തന്നെ ഈ അഫിയാനാസ് പറയുന്ന നമ്മളെ ജോയിൻ്റ് പ്രശ്നം, അതിൻ്റെ ഒരു ക്ലിപ്പും നമുക്ക് കാണാം. ബാക്ക് ഇൻ ദ എപ്പിസോഡ് രാകേഷ് ചേട്ടൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഞാൻ എന്റെ നാട്ടിലെ കുറച്ച് ആൾക്കാരെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് എക്സ്പോസ് ചെയ്ത് സംസാരിച്ചു. അത് തന്നെ സംഭവം. നാട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് എക്സ്പോസ് ചെയ്ത് സംസാരിച്ചു. അതായത് കൊച്ചിയിലുള്ളവരെല്ലാം മറ്റേ കഞ്ച ടീമാണെന്നാണ് ഒരു വെപ്പ്. അതങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു വെപ്പുണ്ടല്ലോ. നമ്മൾ കൊല്ലംകാരെല്ലാം പപ്പടം കിട്ടിയില്ലെങ്കിൽ മോന്തടിച്ച് പൊളിക്കുമെന്നാണല്ലോ വെപ്പ്. കുറച്ചാൾ ലേസ് ആയിരുന്നു, ഇപ്പം അത് മാറി പപ്പടമായി, കുറച്ച് ഐസ്ക്രീം ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ആഹാര പദാർത്ഥങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കൊല്ലംകാരെല്ലാം ആഹാരത്തിന് വേണ്ടി കർണമടിച്ച് പോയിക്കുന്നവരും, കൊച്ചിയിലുള്ള മച്ചന്മാരെല്ലാം സ്റ്റഫ് അടിച്ച് നടക്കുന്നവരും, കോഴിക്കോടുള്ളവരെല്ലാം പൊറോട്ട ബീഫ് മേടിച്ചിടാം, ആ പരിപാടിയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സംഭാഷണം ഇപ്പോൾ എപ്പോഴോ നടന്നതാണ് ഇപ്പോഴേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കാര്യമൊന്നുമില്ല. എന്താ പറഞ്ഞതെന്ന് ഞാൻ ടൂ മച്ച് കോൺഫിഡന്റ് ആണ്. എന്താ പറഞ്ഞത്? ഞാൻ എന്റെ നാട്ടുകാരെ ഒരിക്കലും കുറ്റം പറഞ്ഞ് സംസാരിച്ചു. എന്താണ് ആ പണഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണഞ്ഞത് എന്താണെന്ന് പറയണം. ആ പണയാതെ വീണ്ടും അതിനകത്തിട്ട് ന്യായീകരിച്ച് മെഴുകി അങ്ങനെ പറയണം. അപ്പോൾ ഈ ഒരു മെഴുകലിൽ നിന്നും എനിക്ക് മനസ്സിലായത് അഫിയാനാസ് ആ സാധനം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അഫിയാനാസ് അവിടുന്ന് അങ്ങനെ പറയും, ഞാൻ എൻ്റെ നാട്ടിലുള്ളവരെല്ലാം വന്ന് സ്റ്റഫ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്ന് ഈ ചേട്ടൻ പറഞ്ഞത് തെറ്റാണ്, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. അതിന് പകരം പുള്ളിക്കാരി, ഞാൻ എൻ്റെ നാട്ടുകാരെ തെറ്റ് പറഞ്ഞിട്ടില്ലേ, എൻ്റെ നാട്ടിലുള്ളവന്മാരെല്ലാം പുണ്യാത്മാക്കളാണ് എന്നൊക്കെ ഉള്ളൊരു ഷുഗർ കോട്ടിങ് പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
അപ്പോൾ അഫിയാനസ് ആ സാധനം പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഐ വാസ് ജനറലി സെയിങ് ഞങ്ങൾ മാത്രമല്ല അങ്ങനെ ഫോട്ടോ വെച്ച് കര കാണുമ്പോ എല്ലാ സ്റ്റഫ് ഉണ്ടോ എന്ന് ചോദിക്കും. അതാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ, ഇതാണ് പറഞ്ഞത്. ഈ സാധനം രഹസ്യമായ പരസ്യമാണ്. അപ്പോൾ ഈ അഫിയാനസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ ഇടയിലേക്ക് നിങ്ങളത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത് അഫിയാനസ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഡീസൻ്റാ, അങ്ങനെ പറയത്തില്ല. ഈ സാധനമാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ സാധനം ആയിപ്പോകുന്നത് കൊച്ചിക്കാരെല്ലാം സ്റ്റെപ്പ് അടിച്ച് നടക്കുന്നതാണെന്ന് പല തവണയായിട്ട് കാണുന്ന ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുകയും ഓൾറെഡി കൊച്ചിക്കും ബാംഗ്ലൂരിനും ഒക്കെ ആ ഒരു ചീത്തപ്പേരുണ്ട്. അതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് അഫിയാനസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭാഷണം പരമാവധി കട്ട് ചെയ്യാനല്ലേ ശ്രമിക്കേണ്ടത്. അതിന് പകരം നാട്ടുകാരനൊക്കെ ഇതിൽ പോയി തുലഞ്ഞാലും കുഴപ്പമില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അറിയാലോ, ഞാൻ നല്ലതാ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ട്നെസ് അതാണല്ലോ പെൺകുട്ടികളുടെ അങ്ങനെ ഈ ഒരു ടോപ്പിക്ക് അധികം വലിച്ചിടണ്ട. ഓക്കെ, ഇതിന് ഇനി ബാക്കിയും കൂടെ നമുക്ക് കാണാം, ഈ ഒരു ക്ലിപ്പിന്റെ ബാക്കിയും കൂടെ കാണാം. ബാക്കി എല്ലാവരും ഇവിടെ ഭയങ്കര വിശ്വാസമാണ് അഫിയക്ക്. ആരെയും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഐ ആം ടെല്ലിങ് ഇറ്റ് ഫ്രം മൈ ഹാർട്ട് ഇറ്റ്സെൽഫ്. ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഈ പുള്ളിക്കാരി ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് മറ്റേ ശ്യാം എന്ന് പറയുന്ന പുള്ളിക്കാരനെയാണ്. പുള്ളിക്കാരനെ ഒത്തിരി പേര് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊരു കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൊള്ളാം, നല്ലതാ. ഒരാളെ വിശ്വസിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അത് നല്ലതാ. ഈ അഫിയാനസ് പല തവണയും ഒരു ഡബിൾ സ്റ്റാൻഡ് പരിപാടി കളിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് സുഖിപ്പിക്കുകയും വേണം, എന്നാൽ പണിയുകയും വേണം, ആ സെറ്റപ്പ്. ഇവിടെയും പറയുന്നു ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല, പക്ഷെ ഒരു 0.5% ഇവനെ വിശ്വസിക്കാം, നല്ല ഇറങ്ങണം ഈ സാധനം. അന്ന് മറ്റേ ഈ കുളങ്കര പോലെ വട്ടത്തിൽ നിർത്തുന്ന ഏതൊരു ഗെയിമിനകത്ത് ഷിബിന് ഔട്ടായപ്പോൾ ഇതേപോലെ പറയുന്നത് കേട്ടു. ഷിബിന് ഔട്ടാവണമെന്ന് ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഷിബിന് പുറത്ത് നിൽക്കുക. എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ ഷിബിനെ ഈസ് എ ഗുഡ് പ്ലെയർ, ഷിബിനെ ഈസ് കിടക്കാച്ചി, ഷിബിനെ ഈസ് അമേസിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പറയുന്നിട്ട്. സോ ഡബിൾ സ്റ്റാൻഡ് പലയിടത്തായിട്ട് അഫിയാനസ് എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സ്മാർട്ടായിട്ടൊരു പെൺകുട്ടിയാണ്, പക്ഷെ പലപ്പോഴും എനിക്കത് ഭയങ്കരമായിട്ട് എനിക്കത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാറി. ഒരു ഒപ്പീനിയൻ പറയുന്നില്ല, അതിന് പകരം ഷുഗർ കോട്ട് വാരി അടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഈ ബാക്കിയുള്ളവർ ആരും എനിക്കറിയാൻ പാടില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ടോ. ആരെയും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഐ ജസ്റ്റ് ഫെൽറ്റ് നമുക്ക് ഇവിടെ ഒരാളെ പറയണം, ഐ ട്രസ്റ്റ് എന്ന് പറയണം. അതുകൊണ്ട് വിളിച്ചതാ. അതുകൊണ്ട് എന്തേലും ഇത് പറഞ്ഞ് തൊലക്കി, അതുകൊണ്ട് അവനെ വിളിച്ച്. അതുകൊണ്ടല്ല, പക്ഷെ അവൻ വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവനിങ്ങനെ വന്ന്, അതുകൊണ്ട് അവനെ വിളിച്ചു കയറി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളവിടെ വന്നിരിക്കുന്നത് ബേസിക്കലി ഒരു ഗെയിമാണ്. കഴിഞ്ഞ ബിഗ് ബോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശ്വാസമില്ല. ബിഗ് ബോസിൻ്റെ ഒരു ബേസിക് നേച്ചർ അതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലുള്ള ട്രസ്റ്റും ഇല്ല. പക്ഷെ നമ്മളൊരു ടാസ്ക് എടുക്കുമ്പോഴത്തേനും അതിനകത്ത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും ഒരാളെ അനലൈസ് ചെയ്ത് പറയാനുള്ളൊരു സാധനം പറ്റണം. നിങ്ങൾക്ക് ഒരാളെ വിശ്വസിക്കാമോ വിശ്വസിക്കാതിരിക്കുക, എന്താണെങ്കിലും ചെയ്യാം. അയാളെ നിങ്ങൾ അവിടെ നിന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഓപ്പോസിറ്റ് ഉള്ളവരാണ്, അവരുടെ സ്വഭാവങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് പറയാൻ പോലുമുള്ള കെൽപ്പില്ലേ? ഇത് എനിക്കൊരു സുമാറായിട്ട് തോന്നിയില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ശ്യാമാണ് സെലക്ട് ചെയ്തത്. ശ്യാം മറ്റേ ഈ പെൺകുട്ടിക്ക് കത്തിക്കുത്ത് കൊടുത്തു, ഈ പെൺകുട്ടിക്ക് പൂജയ്ക്ക് റോസ് കൊടുത്തു, ഷിബിനയ്ക്ക് കത്തിക്കുത്ത് കൊടുത്തു. ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രത്യേകിച്ച് ഒരു സുനാപ്പി ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. വിളിച്ചു, രണ്ടുപേർക്ക് വിളിച്ച് കൊടുത്തു, എന്തോ കാരണം കൊണ്ട് കൊടുത്തു. അതാണ് എനിക്ക് ഇവരുടെ കാര്യത്തിൽ തോന്നിയത്. ഇനി പൂജ അതിനേരം ഒരു സാധനം സംസാരിക്കുന്നുണ്ട്. പൂജയുടെ ഒരു ചാൻസ് കിട്ടിയപ്പോഴത്തേനും നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ടാസ്ക് എന്തായിരുന്നു? ഈ ഹൗസിൽ ശ്യാമിനെ കാട്ടി വിശ്വസിക്കാൻ കൊള്ളുന്ന ആരും പൂജയ്ക്കില്ലേ? ഇതാ തന്നെ സംഭവം. ഞാൻ വിശ്വസിക്കുന്നത് ശ്യാമിനെയാണ്, പക്ഷേ ഞാൻ ശ്യാമിനെ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ ഹെയ്റ്റ് ചെയ്യുന്നത് ഇന്നാളെയാണ്, പക്ഷെ ഞാൻ അയാളെ അങ്ങോട്ട് ഹെയ്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ തന്നെ പരിപാടിയല്ല, അത് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല. ശ്യാമിനെ എന്തിനാ വിശ്വസിക്കുന്നത്? അത് ശ്യാം അതുവഴി പോയപ്പോൾ ശ്യാം എന്നൊന്ന് ചിരിച്ചു കാണിച്ചു, പിന്നെ ശ്യാമിനെ വിശ്വസിച്ചേക്കാം. ശ്യാം തിരിച്ചു കാണിച്ചില്ലേ നമ്മളെ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ കരഞ്ഞപ്പോൾ ശ്യാം എൻ്റെ കണ്ണിൽ നിന്നിരിക്കുന്ന തൊപ്പി എടുത്ത് ടക്കൊന്ന് തെറിപ്പിച്ചു കളഞ്ഞു, അതുകൊണ്ട് ശ്യാമിനെ വിശ്വസിക്കും. അട്ടർ ഫ്ലോപ്പാണ് കേട്ടോ കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എല്ലാ കണ്ടസ്റ്റൻസും വളരെ കഴിവുള്ള കണ്ടസ്റ്റൻസ് ആണ്. ഒരു പക്ഷേ ടെൻഷൻ കൊണ്ടായിരിക്കും എനിക്ക് പല ആൾക്കാരെയും അവരെടുത്ത സ്റ്റാൻഡ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ചില ആൾക്കാരൊക്കെ കുട്ടിക്കച്ച സാധനമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. ഈ പൂജയിലൊന്നും വലിയ ഇതില്ല, നമുക്ക് പൂജ സ്കിപ്പ് അടിച്ചിട്ട് വലിയ ഇതിലെന്ന് പറഞ്ഞാൽ പൂജയുടെ കണ്ടന്റ് വലിയ ആ ഒരു സെക്ഷൻ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബാക്കിയാണ്. ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണോ ഷിബിന? ഗെയിമിന്റെ ഇതിൽ വെച്ചിട്ട് ഈ പൂജ ഉണ്ടല്ലോ,
ഞാൻ മനസ്സിലാക്കിയ പൂജ കാണാൻ നല്ല ക്യൂട്ടാണ്. ഈ കാണാനുള്ള ക്യൂട്ട്നെസ് പോലെ തന്നെ പൂജയുടെ മനസ്സും ഭയങ്കര ലോല ഹൃദയമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് കണ്ണിൽ നിന്ന് ദ്വാരയെ കുട്ടാന്ന് കണ്ണുനീരൊഴുകും. അപ്പോൾ ഇമാതിരി സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാരര് മേശപ്പുറത്തൊരടി പൂജയുടെ കിളി ഇങ്ങനെ പോയൊരു കിളിയാണ്. എൻ്റെ ശിവനെ എന്നും പറഞ്ഞിട്ട് കിളി അങ്ങ് പോയി. പിന്നെ കിളി തിരിച്ചു വന്നോന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ പൂജ ഒരു ഹൗസ് വൈഫാണ്. പൂജ കുറച്ചും കൂടെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്കിത് കാണുവാണെങ്കിൽ അങ്ങനെ മനസ്സിലാവും. അതിനുശേഷം ഷിബിന വന്നു. ഷിബിന ലൈക്ക് കൊടുത്തത് താഷിക്കും ഡിസ്ലൈക്ക് കൊടുത്തത് ഷാമോനുമാണ്. അപ്പോൾ ഷിബിനയുടെ ഒരു വ്യൂ പോയിന്റ് പെർസ്പെക്റ്റീവാണ് പറയുന്നത്. ഇനി താഷ് വന്നിട്ട് ഡിസ്ലൈക്ക് കൊടുത്തത് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തത് ഷാമോനെയും വിശ്വസിക്കാൻ പറ്റുന്നതായിട്ട് അഫ്നിയാസിനെയാണ്. അഫ്നിയ പുള്ളിക്കാരുടെ പേര് എനിക്ക് ഇതിൽ കണക്ട് ആയിട്ടില്ല, കുഴപ്പമില്ല, നമുക്ക് പതുക്കെ കണക്ട് ആക്കാം. ഈ പുള്ളിക്കാരിനെയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അതും വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അതിനുശേഷം നമ്മുടെ ഷാമോൻ ചേട്ടൻ വന്നിട്ട് ലൈക്ക് ചെയ്തതായിട്ട് അഫ്നിയാസിനെയും ലൈക്ക് ചെയ്യാത്തതായിട്ട് ഷിജുവിനെയാണ് കൊടുത്തത്. കൊള്ളാം. അല്ല, ലൈക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് ഷിജുവിനെയും ഇഷ്ടപ്പെടാത്തതായിട്ട് ഈ അഫ്നിയാസിനെയാണ് കൊടുത്തത്. അതിനകത്ത് ഈ ഒരു കോംബോ ഉണ്ടല്ലോ, ഈ കോംബോ തൂക്കി ഇന്നത്തെ സാധനം. ഈ കോംബോ നമ്മൾ ഒരു ലിമിറ്റ് വരെയെല്ലാം നല്ലതാണ്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ വൻ പരാജയമായി പരിതാപകരമായി മാറും എന്ന സാധനം എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഷിജു വന്നു. സ്വാഭാവികം ഇവർ തമ്മിലുള്ള പരസ്പര ധാരണയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷാമോനോട് എന്ത് ചോദിച്ചാലും ഷിജിനോട് എന്ത് ചോദിച്ചാലും ഷാമോൻ. ഇങ്ങനെ ഇവർ തമ്മിലൊരു പ്രത്യേകതരം കെമിസ്ട്രി ആണോ ബയോളജി ആണോ ഫിസിക്സ് ആണോ എന്തൊരു ഒരു കളിക്കുന്നുണ്ട്. ഞാൻ ഇൻ ഗോസ്റ്റ് ഹൗസിനകത്ത് നെടുമുടി വീണ് പറയുന്ന പോലെ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ ഗെയിമാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നരകത്തിലോട്ടുള്ള പോക്കാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ പോകെ പറയാം. അങ്ങനെ പുള്ളിക്കാരൻ താഷിക്കാണ് ഇഷ്ടമില്ലാത്ത കൊടുത്ത്. താഷി ഒരു പിന്നിന്നൂത്ത് പരിപാടി ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ സോന നീ 1 നമ്പർ. സോന ഇഷ്ടമില്ലാത്തത് കൊടുത്തത് ഷിബിനയ്ക്കും ഇഷ്ടം ഉള്ളതായി കൊടുത്തത് ഈ ഷിജുവിനുമാണ്. ഇപ്പോൾ സോന അത്യാവശ്യം കൊള്ളാം കേട്ടോ. സോന ഇച്ചിരി സ്റ്റാൻഡൊക്കെ എടുക്കുന്നുണ്ട്. ഒരു ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോന കൊള്ളാം. അതിനുശേഷം ഇദ്ദേഹം സെലക്ട് ചെയ്തത് നമ്മുടെ സുന്ദരി കുട്ടിയായിട്ടുള്ള പേര് മറന്നല്ലോ, അപ്പോട്ടെ, പുള്ളിക്കാരിനെയും രാകേഷ് ഏട്ടനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലൈക്കും ഇത് ഡിസ്ലൈക്കുമായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കൊള്ളാം. അങ്ങനെ അടുത്തതിലേക്ക് പോകുമ്പോഴത്തേനും ലോലിറ്റേനെയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ലോലിറ്റയുടെ ചാൻസിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് സെലക്ട് ചെയ്തത് പിന്നെ ഏതാണ് സെലക്ട് ചെയ്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് സെലക്ട് ചെയ്തത്, അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. ലോലിറ്റ എന്തോ അവരെയൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ പരിപാടികൾ തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അതിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ക്ലിപ്പ് നമുക്ക് കാണാം. ലൊലീറ്റ ആരെയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? രാകേഷ് ഏട്ടൻ. ഓക്കെ, ആ ഒരു കാര്യം ഞാനിപ്പോ ഏത് ഗൈസിനോട് ടോക്ക് ചെയ്താലും ആ ഒരു ഫ്രേസ് ഉണ്ട്. ഞാൻ ഓ മൈ ഗാഡ്, സുന്ദരിയായ ലൊലിറ്റ ഏത് ഗൈസിനോട് ടോക്ക് ചെയ്താലും ഈ ലൊലിറ്റ ആ ഗൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് അവിടെ പറയപ്പെടുന്നു എന്നാണ് ലൊലിറ്റ പറയുന്നത്. ഇത് എന്തോന്നിത്, സ്കൂളാ? സംസാരിക്കുന്നവനെ പിടിച്ച് പെൺകുട്ടികളുടെ അടുത്തിരിക്കും ആ സെറ്റപ്പോ? മനസ്സിലായില്ല. ലൊലിറ്റ ആരോട് സംസാരിച്ചാലും ലൊലിറ്റ അവരെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഈ ലൊലിറ്റയുടെ പ്രായം എന്താണ്? ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, ലൊലിറ്റയുടെ പ്രായം എന്താണ്? എനിക്ക് തോന്നുന്നത് കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ആള് ഈ ലൊലിറ്റ ആയിരിക്കും. പുള്ളിക്കാരി ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തു. നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും അറിവും പരിജ്ഞാനവുമുള്ള ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് വന്നിട്ടുള്ള ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്ന എക്സ്പീരിയൻസുകളുള്ള നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ലോലിറ്റ കയ്യടി അർഹിക്കുന്നു. അത് നമ്മൾ പറയാതെ പറ്റത്തില്ല. പിന്നെ എനിക്ക് കുറച്ച് നാളുകൾക്കുണ്ട് ഈ ലൊലിറ്റയും സോണിയ ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. സോണിയല്ലോ, സോന. ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുപോലെ കണ്ടു. ലൊലിറ്റ വന്നിരുന്ന് പറയുമ്പോഴത്തേനും പുള്ളിക്കാരി സോന എവിടുന്ന് പടി എന്നുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇന്നും അത് അതേപോലെ വന്താ സുട്ടാ സത്താ റിപ്പീറ്റ്. നിങ്ങൾ ഒരാളിൽ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒതുങ്ങിപ്പോകരുത്. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ രണ്ടും മാത്രമായി പോകും ആ സാധനം. നിങ്ങളുടെ ഒരു എക്സ്പോഷർ പുറത്തേക്ക് വരില്ല. ഉടക്കുകയാണെങ്കിൽ എല്ലാത്തിനും തൂക്കിയടിക്കണം. സൂപ്പറായിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാവരോട്ടും
ക്യൂട്ട്നെസ് വാരി വിതറി നിൽക്കണം. അല്ലാതെ നമ്മൾ ഒരാളിൽ മാത്രം ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കും. നിങ്ങൾ തമ്മിൽ എന്തോ ശത്രുതയാകും, ഒരു പേഴ്സണൽ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ സഹകരിക്കേണ്ടതായിട്ട് വരും ഈ ബിഗ് ബോസിനകത്ത്. അപ്പം എന്തൊരു ചെയ്യും? നമുക്ക് ഇതിൻ്റെ ബാക്കിയാണ്. മോൾക്കും അതല്ലേ പറയാനുള്ള അമ്മയും മോനും എന്റെ സ്പേസാ, ഞാൻ സംസാരിക്കും. ഇതേ ബിഗ് ബോസിനകത്താണിട്ടുള്ളത്. ദിസ് ഈസ് മൈ സ്പേസ്, യു ഷട്ട് അപ്പ് യു ബ്ലഡി ഇഡിയറ്റ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. ആ ഒരു സെറ്റപ്പിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെന്നൊരു പിടിയില്ല. ഇവർ തമ്മിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടുള്ള, നിങ്ങൾ എന്തിനു സ്ക്രീൻ സ്പേസ് കാണിച്ചാലും ബിഗ് ബോസ് അവർക്ക് തോന്നുന്ന സാധനമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, അവർക്ക് തോന്നിയിടും. കഴിഞ്ഞ ദിവസം ഇതുപോലെ പുറത്തൊരു വിവാഹം നടപ്പുണ്ടായിരുന്നു. റിയാസ് മറ്റേ അഭിറാമോ പുറത്തു പോയ പുള്ളിക്കാരനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു, പുള്ളിക്കാരൻ തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ അഭിറാം തിരിച്ചു പറഞ്ഞത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഏതാ LGBT കുറിച്ച്. പക്ഷെ റിയാസ് മണിയടിക്കും. മണിയടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ മിണ്ടാൻ പാടില്ല. ആ മണിയടിക്കുന്നത് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ അവർക്ക് തോന്നുന്നത് കട്ട് ചെയ്ത് കാണിക്കത്തുള്ളൂ. നിങ്ങൾ എത്ര സ്ക്രീൻ സ്പേസ് എടുക്കണമെന്ന് വിചാരിച്ചാലും അത്രേ ഉള്ളൂ. ഓടിയിടുന്നു ഈ സോനയുടെ ഒരു കാര്യം അന്ന് ഇതുപോലെ നിന്ന് പാടിയായിരുന്നു പുച്ഛിച്ചങ്ങ് തള്ളുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സോന മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേനും ആൾക്കാരുടെ മുമ്പിൽ ഒന്നാമതേ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ കൊള്ളാം. സ്വാഭാവികമായിട്ടും ആണുങ്ങൾ കാണുന്ന ഫാൻസിൽ ചില ആൾക്കാർ രണ്ടായിട്ട് വേർതിരിയും. അതിൽ നിന്ന് ഇതിലാരാണ് അരഗൻസ്, ആരാണ് ക്യൂട്ട്നെസ് വാരി വിതറുന്നത് നോക്കും. ഈ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആളുകളിലേക്കോ അല്ലെങ്കിൽ കോർണർ ചെയ്യപ്പെടുന്ന ആളുകളിലേക്കോ ഒരു ചെറിയൊരു സപ്പോർട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സോന പലയിടത്തും ഒരു അരഗൻസി കാണിക്കുന്നത് പോലെ പല ആളുകൾക്കും ഫീൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോന ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഇനി മനഃപൂർവ്വം ഇട്ട് ചാമ്പിച്ചൊറിയുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ വള്ളി പിടിക്കാൻ ശിവനെയും പൊടി. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ശിവനയോട് ആരാണ്ട് ഇതിനകത്ത് അഭിപ്രായം ചോദിച്ചു. എനിക്ക് ശിവനേനെ ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കേട്ടോ. ശിവനേനെ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഷീ ഈസ് എ പെർഫെക്റ്റ് BB മെറ്റീരിയൽ. പക്ഷേ എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആകുന്നില്ല ശിവനായിട്ട്. അങ്ങനെ സോനയും ലോലിറ്റയും തമ്മിൽ ഒരു പൊരിഞ്ഞ യുദ്ധത്തിനൊടുവിൽ അടുത്തതായിട്ട് നമ്മുടെ എൽദോ വന്നു. എൽദോ വന്നിട്ട് ഡിസ്ലൈക്ക് നമ്മുടെ ഷാമോനും കൊടുത്തു, ലൈക്ക് ഇവനും ഈ പുള്ളിക്കാരനും കൊടുത്തു. എന്തിനാണോ കൊടുത്തത്, എന്തിനൊക്കെയോ കൊടുത്തു. അതിനുശേഷം നമ്മുടെ രാകേഷ് ഏട്ടൻ വന്നിട്ട് ഡിസ്ലൈക്ക് ഷാമോനും ലൈക്ക് നമ്മളെ ശ്യാമിനും കൊടുത്തു. ഇതൊക്കെ എന്തിനാണ് ഇവർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊന്നും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ. കൊടുക്കണ്ട ഇങ്ങനെ കുറേ റീസൺസിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിനൊരു വ്യക്തമായ കാരണങ്ങളോ അതിനെ കറക്റ്റായിട്ട് ന്യായീകരിക്കാനോ പറ്റിയിട്ടില്ല. ഇതിനകത്ത് ഈ ഷാമോൻ എന്ന് പറയുന്ന പുള്ളിക്കാരനുണ്ടല്ലോ, അല്ല ജിമ്മായിട്ടുള്ള ചേട്ടൻ, ആ ചേട്ടനിൽ എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം, അതിനകത്ത് പല ആളുകളും ഈ പുള്ളിനെ കൃത്യമായി അളന്നിട്ടുണ്ട്. ആ പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മറ്റേ എൽദോ എന്ന് പറയുന്ന പുള്ളി ഈ പുള്ളിക്കാരനാണ് ഡിസ്ലൈക്ക് കൊടുത്തത്. ഡിസ്ലൈക്ക് കൊടുത്തപ്പോൾ പറഞ്ഞ റീസൺ ഞാനിപ്പോൾ പറയുന്നതിന് പുള്ളിക്കാരൻ അച്ചടി ഭാഷ കേട്ടോ പറയുന്നത്. പുള്ളി അച്ചടി ഭാഷയിൽ മാത്രമേ എൽദോ പറയത്തുള്ളൂ. അങ്ങനല്ലോ, ഞാൻ അദ്ദേഹത്തോട് സംഭാഷണത്തിൽ കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ലൂപ്പ് ഹോൾ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെയൊക്കെയാണ് എൽദോ സംസാരിക്കുന്നത്. അങ്ങനെ എൽദോ പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഈ ഷാമോൻ എന്ന് പറയുന്ന പുള്ളിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തിരിച്ച് ലൂപ്പ് ഹോൾ ഇട്ട് പ്രതിരോധിക്കും എന്ന് പറഞ്ഞ് കറക്റ്റ് അതേ സാധനം തന്നെ ഷാമോൻ അടിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഷ്യാം ഉണ്ടല്ലോ, ഷ്യാം കഴിഞ്ഞ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷ്യാമിന് ഒരാൾ ഇഷ്ടമില്ലെന്ന് പറഞ്ഞായിരുന്നു. അയാളെ ഷ്യാം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചു, പൂജനെ വിളിച്ചത്. അന്നേരം ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നേരെ മലക്കും. അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾറെഡി ഷാമോൻ ഇതാണ് എന്ന് പറയുമ്പോൾ ഷാമോൻ അത് തന്നെ എടുത്ത് പുറത്തോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തോ ജയിക്കും. സിമ്പിൾ. അതാണ് അവിടെ സംഭവിച്ചത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് ഷാമിനാണ്, ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയത് ഒന്ന് സ്വാഭാവികം ഷിബിനിക്കും 2 ഷാമോനുമാണ് കിട്ടിയത്. ഈ ഷാമോൻ ആംബുലൻസ് ഡ്രൈവർ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പുള്ളിക്കാരൻ ഒരു സമയത്ത് പറയും ഞാൻ ഭയങ്കര ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ പാവം കേട്ടോ, മാമനോടൊന്നും തോന്നില്ലേ, ഈ ഒരു സെറ്റപ്പ് പറയും. തൊട്ടടുത്ത സമയം ഞാൻ ഭയങ്കര കിടിലുമാണ്, 4-4.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട്, ആ വീട് ലക്ഷങ്ങളുടെ വീട്, ഈ ഒരു സെറ്റപ്പ് പറയും. അത് ഒരു എന്തൊക്കെയോ ഭയങ്കര ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നു. ശ്യാമൻ ചേട്ടാ ഇതാണ് പരിപാടിയെങ്കിൽ പണിപാളും ഒന്ന് മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിനുശേഷം ഈ ട്രസ്റ്റും അൺട്രസ്റ്റും ഒക്കെ സെറ്റപ്പ് ആക്കാനായിട്ട് പുതിയൊരു കളങ്കളി കൊടുത്ത്, നമ്മൾ പണ്ടിങ്ങനെ ചാടി കളിക്കുമല്ലോ, കളം കളിക്കുമല്ലോ, അതേപോലെ കളങ്കളി കൊടുത്ത്, ഈ കളങ്കളിക്കകത്ത് ഈ നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ 4 കളറുകളുണ്ട്: മഞ്ഞ, നീല, പച്ച, ചുമല.
ഈ 4 കളങ്ങളുണ്ട്. ഈ 12 കണ്ടസ്റ്റൻസ് ആണ് നിലവിലുള്ളത്. ഈ 12 പേര് ഇങ്ങനെ നിരന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. ഏതാ? നമ്മളെ പിന്നാമ്പുറം കാണിച്ചുകൊണ്ട് നിൽക്കും, ക്യാമറേനെ പിന്നാമ്പുറം കാണിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അവരുടെ കണ്ണ് പൊത്തും. കണ്ണ് പൊത്തും മറ്റേ അറ്റി സിറ്റി വട്ടപ്പിപ്പി ആ സാധനമല്ല, കണ്ണ് മറ്റേ ഒരു സാധനം വെച്ച് പൊത്തിയിട്ട് ഇവരുടെ തലയിൽ ഒരു ബാൻഡ് ഇട്ട് വെക്കും. മറ്റേ ഒരു ബാൻഡ്. ആ ബാൻഡിൽ ഇവരൊരു കോയിൻ ഒട്ടിച്ച് വെക്കും. ഏതാ? ഈ നമ്മൾ കളത്തിൽ കാണുന്ന കോയിൻ പോലത്തെ ഒരു കോയിൻ ഇവർ കണ്ണിലെ കെട്ടഴിക്കുന്നു. പുറത്ത് തലയുടെ പുറകിലൊരു കുടുമി പോലൊരു കോയിൻ ഒട്ടിച്ച് വെക്കുന്നു. ആ 12 പേരിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനുണ്ടെങ്കിൽ ഞാൻ ബാക്കി 11 പേരോട് ചോദിക്കണം, എൻ്റെ കളർ ഏതാ? മഞ്ഞയാണോ, നീലയാണോ, ചുവപ്പാണോ, പച്ചയാണോ? ഇങ്ങനെ ചോദിക്കണം. അങ്ങനെ അവർ പറയുന്ന കളറുകൾ വെച്ച് മനസ്സിലാക്കി നമ്മൾ ബുദ്ധിപരമായി നീങ്ങി അവർ നമ്മളുടെ പുറകിൽ ഒട്ടിച്ചു വെച്ചേക്കുന്ന കളർ കൃത്യമായി കണ്ടുപിടിച്ച് ആ കളത്തിൽ പോയി നിൽക്കണം. ഫോർ എക്സാമ്പിൾ എൻ്റെ തലയുടെ പുറകിൽ ചുമപ്പാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് വെക്കുക, അല്ല എനിക്കിഷ്ടം നീലയാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് വെക്കുക. ഞാൻ ബാക്കിയുള്ളവരോട് ചോദിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളോട് ചോദിക്കണം, എൻ്റെ തലയുടെ പുറകിലെ കളർ ഏതാ മുന്നൂസേ? അപ്പോൾ അവൻ പറയും പച്ച എന്ന് പറയും. അപ്പം ഞാൻ പച്ച നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഔട്ടാവും. പക്ഷേ അവൻ നീല എന്ന് പറഞ്ഞാൽ ആ നീല പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്നാവും. ഇതാണ് സാധനം. ഇങ്ങനെയാണ് ഈ കളിക്കുന്നത്. ലാസ്റ്റ് വരുന്ന ആൾ ജയിക്കും. ഇനി ഒരു ടാസ്കിൽ ആരും ഔട്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം കൂടെ പേരിട്ട് നറുക്കിട്ടെടുക്കും. ആ നറുക്കിട്ടെടുക്കുന്ന ആർക്കാണ് കിട്ടുന്നത് അവർ ഔട്ടാവും. ഇതാണ് സംഭവം. ഇത് കൊള്ളായിരുന്നു. ഇത് ഒരു തമ്മിൽ തെളിക്കുന്ന ഗെയിമാണ്. ഈ ഗെയിം ഇതാണ് ഇവരുടെ ബാക്കിൽ ഒട്ടിച്ചു വെക്കുന്ന കളറുകൾ. ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരോട് ചോദിച്ച് ആദ്യം പിന്നാമ്പറം കാണിച്ചിരിക്കണം, പിന്നെ ഉമ്മറം കാണിച്ചിട്ട് പോയി അവിടെ ഇവിടെയൊക്കെ ഇതാക്കാൻ നിൽക്കണം. ഇതിനകത്ത് ഇവർ രണ്ടും കളിച്ചൊരു വൃത്തികെട്ട ഗെയിം. തുടക്കത്തിലൊക്കെ നൈസായിരുന്നു. ഇവർ രണ്ടും കളിച്ച ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമോനും ഷിജിനും ഇവർ പരസ്പര ധാരണയിലെത്തി. അതായത് നീ പറയുന്ന കളറിൽ ഞാൻ നിൽക്കും, ഞാൻ പറയുന്ന കളറിൽ നീ നിൽക്കണം. ലാസ്റ്റ് വരെ നമുക്ക് അങ്ങനെ പോവാം. അതുവരെ നൈസായിരുന്നു. ലാസ്റ്റ് വരെ അങ്ങനെ പോകുമ്പോഴത്തേനും ഇവർ രണ്ടും 1-2 സ്ഥാനങ്ങളിൽ ഇവർ വരും എന്നുള്ള കാര്യം ഷുവറായിട്ട് ഇവർ പോകുന്നു. കാരണം ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം മാത്രമേ പറഞ്ഞ് കളിക്കുന്നുള്ളൂ. അങ്ങനെ കളിച്ച് ഇവർ 2 പേരും അവസാനം വരെ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ജഡ്ജസ് അഖിൽമാരാർ വളരെ വ്യക്തമായി പറയുന്നു ഇവർ രണ്ടും പറഞ്ഞ് പരസ്പര ധാരണയോടെ കളിക്കുകയാണെന്ന്. അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പൊട്ടന്മാർക്ക് മനസ്സിലായി. ഓക്കെ, ഇവർ രണ്ടും പരസ്പര ധാരണയോടെ കളിക്കുകയാണെന്ന് ബാക്കിയുള്ളവർക്ക് ഉൾപ്പെടെ മനസ്സിലായതിനു ശേഷവും ഇതേപോലൊരു കോംബോ പിടിക്കാൻ ബോധമില്ലാത്ത കുറേ ആളുകൾ. ഇവരങ്ങനെ കോംബോ പിടിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ആ കോംബോ പിടിച്ച് നിങ്ങൾ കളിച്ച് കയറേണ്ട ഒരാളെ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കളിച്ച് കയറുമ്പോഴത്തേനും നിങ്ങൾ 4 പേരായി. 4 പേരാകുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ വെട്ടണം, സ്വാഭാവികമായിട്ട് വെട്ടണം. നമ്മൾ മറ്റേ പുള്ളിക്കാരൻ അമ്പെയ്യുമ്പോൾ പറഞ്ഞ പോലെ കൃഷ്ണനല്ലേ പറഞ്ഞേ, ലക്ഷ്യമല്ല മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മളൊരു ഗെയിം ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കാറ്, നിങ്ങളൊരു കൊക്കയിലോട്ട് തൂങ്ങിക്കിടക്കുക, ഒരുത്തൻ രക്ഷപ്പെടും മറ്റൊരുത്തൻ ഇതൊക്കെ പറഞ്ഞ് ഇല്ല അവനും രക്ഷപ്പെടട്ടെ ഞങ്ങൾ രണ്ടും വിടൂലെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് നിൽക്കുമോ? നമ്മൾ ലാസ്റ്റ് സാധനം പിടിവള്ളി എടുത്തിട്ട് കയറി പോകണം. അപ്പോൾ ഇവരിങ്ങനെ കളിച്ച് ഇവർ ടോപ്പ് 4-ലെത്തി. അങ്ങനെ 4-നകത്ത് വന്ന സമയത്ത് സംഭവിച്ച 1-2 കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ ടോപ്പ് 4-നകത്ത് വന്നത് ഇവർ 2 പേര് വന്നു. അതിൻ്റെ കൂടെ നമ്മുടെ സോന നീ 1-ാം നമ്പർ സോന വന്നു. സോന കൊള്ളാം, സോനയുടെ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസ് പരിപാടിയായിരുന്നു. സോന വന്നു. അതുപോലെ തന്നെ ശ്യാമും വന്നു. ശ്യാം സോനനെ വിശ്വസിച്ചില്ല. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അതിനുമ്പ് രഞ്ജിനിക്ക് പറയാനുള്ള നമുക്കൊന്ന് കേൾക്കാം. അവർ രണ്ടും ഗ്രൂപ്പ് പ്ലേ ആണെന്ന് ഓൾറെഡി നിങ്ങൾ പറഞ്ഞു. സോ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അവരിൽ ആരെങ്കിലും ഒരാള് അല്ല ഷ്യാം ഔട്ട് ആയാലോ. വെരി സ്റ്റുപ്പിഡ് ഷ്യാം. ഓൾറെഡി വളരെ എവിഡന്റ് ആണ് ഷിജുലാലും ഷാമോനും ഒരു അത് കോമൺ സെൻസ് അല്ലേ എൻ്റെ ശ്യാമേ? അത് ബേസിക് കോമൺ സെൻസ് അല്ലേ? അവർ 2 പേരും ഒന്നിച്ച് കളിക്കുകയാണ്. അവർ രണ്ടും ടോപ്പ് 2-ലേക്ക് എത്തും. അവർ ഫസ്റ്റ് ഗെയിം തുടങ്ങിയപ്പോൾ മുതൽ ഒന്നിച്ച് കളിക്കുക. അപ്പോൾ നിങ്ങൾ ഒന്നിച്ചല്ലേ കളിക്കണ്ടേ? നിങ്ങൾ അതിന് പകരം ട്രസ്റ്റ് ചെയ്യാതെ എന്ത് സംഭവിക്കും? നീ ഔട്ടാവും. ടോപ്പ് 3-ലേക്ക് വന്നു. ടോപ്പ് 3-ൽ സോന വന്നു. സോനയെ ഇവർ പറയുന്ന സ്വാഭാവികമായിട്ട് ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് പറയും, സോന ഇതാവും. അപ്പോൾ ഇവർ വിചാരിച്ച എന്നാണെന്നറിയോ, ഈ ഷാമോനും മറ്റേ പുള്ളിയും വിചാരിച്ചത് ടോപ്പ് 2-ൽ വരുന്നു. ടോപ്പ് 2-ൽ വരുമ്പോൾ നമ്മൾ ഒരേ കളത്തിൽ വരും. അപ്പം നറുക്കിട്ടെടുത്തിട്ടുള്ള ആൾ ജയിക്കും. ലക്ക് വഴി പോട്ടെ, അതിനേലും വലിയ പൊട്ടന്മാർ. ലക്ക് വഴി ജയിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടും ഒരു കളത്തിൽ വരണം. ഒരു കളത്തിൽ വന്നാലേ നറുക്കിട്ടെടുക്കത്തുള്ളൂ. ഒരു കളത്തിൽ വരാതെ 2 കളത്തിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് സത്ത റിപ്പീറ്റ് ചെയ്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിനുശേഷം മറ്റൊരു സംഭവം അവിടെ സംഭവിച്ചു. അത് നമുക്ക് കാണാം. നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് കളർ പറയുന്നു അത്രയും നേരം ഞങ്ങൾ വിളിക്കും. യെസ്, അതൊരു നൈസ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരും ടോപ്പ് 2-ലെത്തി. ഈ
ഈ സോന ഒരു നൈസ് പരിപാടി കാണിച്ചു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടും ഇവരുടെ കറക്റ്റ് കളർ പറഞ്ഞ് കറക്റ്റ് കളത്തിൽ പോയി നിന്നു. സോന ഇവരോട് ചോദിക്കാൻ പോലും താല്പര്യമില്ലാതെ പോയി ഒരു സോനയ്ക്ക് തോന്നിയൊരു കളത്തിൽ പോയി നിന്നു. അതിലെനിക്ക് സോനയോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം. ഈ ആ ക്ലാപ്പന്മാർ ഒന്നിച്ച് കളിക്കുകയാണ്. എനിക്ക് അവന്മാരുടെ ഒപ്പീനിയൻ വേണ്ട, എനിക്ക് തോന്നുന്നത് ചെയ്തോളാം എന്ന് സോന ചിന്തിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവർ തമ്മിൽ വെട്ടത്തില്ലല്ലോ, സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ വെട്ടത്തില്ല. സോന ചോദിച്ചാലും തെറ്റേ പറയത്തുള്ളൂ. സോനയ്ക്ക് അങ്ങനെ ഒരു ഇതെടുക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ സോന അവിടെ മാസായി. എന്നിട്ട് ഇവരെന്നെ ചെയ്യുന്ന പറഞ്ഞാൽ ഇവർ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ ഇവരിൽ ഒരാൾ ജയിക്കണ്ടേ? ഇവർ എന്നിട്ടും സത്യസന്ധന്മാർ കളിച്ചുകൊണ്ടിരിക്കുക. അത് രഞ്ജിനി റിപ്പീറ്റ് അടുപ്പിച്ച് ഇങ്ങനെ 3-4 തവണ റിപ്പീറ്റ് അടുപ്പിച്ചിട്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ വിചാരിച്ചെന്തുവാ, കളിച്ച് കുട്ടിശങ്കറിന് ഒടുവിൽ ഇഷ്ടമാകുന്ന പോലെ കളിച്ച് ലാസ്റ്റ് ഇവരെല്ലാം കൂടെ നറുക്കിട്ട് ഒരാളെ എടുക്കുകയാണ്. അതങ്ങനെ കളിച്ച് ഇവർ സത്യസന്ധത കളിച്ചുകൊണ്ടേയിരുന്നു. കാണുന്ന ആൾക്കാർക്ക് പരിപാടി മനസ്സിലായി. അപ്പോൾ ആ ഗെയിം നിങ്ങൾ നശിപ്പിച്ചു. അത് ലാസ്റ്റ് ടൈമിൽ ഒരുത്തൻ കുതികാളി വെട്ടണം. അതല്ലേ എൻ്റെ ഗെയിം. ഒരാൾക്കല്ലേ ഈ ബിഗ് ബോസ് ലാസ്റ്റ് നിങ്ങൾ രണ്ടും പോയെന്ന് നോക്കുക, ബിഗ് ബോസ് ഹൗസിൽ പോയെന്ന് നോക്കുക. ലാസ്റ്റ് കപ്പും 50 ലക്ഷം രൂപയും ഇതല്ല, ഞങ്ങൾ പകുത്തെടുത്തോളാം കേട്ടോ എന്ന് പറയുമോ? പറയത്തില്ല. അപ്പോൾ ആ സാധനമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഒരാൾക്ക് ജയിക്കാൻ പറ്റും, അതിനുള്ള പരിപാടി നിൽക്കുക. അങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തെ തുടർന്ന് ഇവർ വീണ്ടും സത്യസന്ധത കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഗെയിം 3-4 തവണ ഈ തലക്കൊട്ടിക്ക കളത്തി നിൽക്കുക ഈ സാധനം ചെയ്തുകൊണ്ട് ഈ ജഡ്ജസ് എല്ലാം കൂടെ ഷോയിൽ നിന്നും ഇറങ്ങിപ്പോയി. സന്തോഷം. അതിൻ്റെ ഒരു സീൻ കാണാം. എന്നോട് എനിക്ക് ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ ഇറങ്ങിപ്പോവാം. ഇവിടെ നിങ്ങളെ ഓരോരുത്തരെ ഞങ്ങൾ ഇവാലുവേറ്റ് ആയിരിക്കുമ്പോൾ ഞങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നാൽ നടക്കത്തില്ല. എല്ലാവരും ഇറങ്ങിപ്പോയി. അങ്ങനെ ആ ഇറങ്ങിപ്പോക്കോടുകൂടി ആ എപ്പിസോഡും അവിടെ അവസാനിച്ചു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച പ്രധാന കാര്യങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ ഇന്ന് അതിൻ്റെ നെക്സ്റ്റ് ഡേ കാണിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ കാണിക്കുമ്പോഴും സെയിം പരിപാടികൾ തന്നെ. തല കയറി നിൽക്കുന്നു. നിങ്ങൾ നാളെ നമ്മൾ പറയാം. അന്നേരവും ഈ പറയുന്ന ഷാമോനും ഷിജുവും ഒരു ടീമിലായിട്ട് അവരൊത്തു കളിക്കുകയാണ്. നിങ്ങൾ എം ഫ്രണ്ട് പോലെ മച്ചാൻ അത് കളിക്കാൻ വന്നതായിരുന്നോ? അങ്കിക്കൊള്ളാം കേട്ടോ, അങ്കിക്കൊള്ളാം. ഈ സൗഹൃദം എല്ലാം കൂടെ ലാസ്റ്റ് പുഴുകി തിന്ന് കണ്ടാൽ മതി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷിജു അത്യാവശ്യം നല്ലൊരു മനുഷ്യനാണ്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ പരിശോധിച്ചപ്പോഴത്തേനും ആനുകാലികമായ പല വിഷയങ്ങളിലും ഇടപെടുന്ന മറ്റ് മനുഷ്യന് നന്മ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഇനി ഈ ഷാമുവിനെ നോക്കിയാലും പുള്ളി ആംബുലൻസൊക്കെ ഓടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പുള്ളിയും മനുഷ്യനെ നന്മ ഷാമുനല്ലേ അത് ഷാമുനാന്ന് തോന്നുന്നു മനുഷ്യനെ നന്മ ചിന്തിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓവർ നന്മ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്നാണ് നമ്മുടെ മറ്റേ ബനാന ടോക്ക് പറയാറ്. അപ്പോൾ ഒരുപാട് നമ്മൾ മറ്റൊരുത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഗർഭമുന്നെ കൊണ്ട കാന്താരീനെ പോലെ അല്ല, കണ്ണ് ചൂർന്നെടുത്ത കാന്താരീനെ പോലെ ഒന്നും ഇരിക്കാൻ പറ്റൂല. ഗർഭമുന എന്തിനു പിന്നെ അത് ആ മുന കൊണ്ട് തർക്കായിരുന്നു. എന്തോ അതുപോലെ ഒരു എപ്പോഴും സാക്രിഫൈസ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. രണ്ടും കൂടെ ഗെയിം വിട്ട് പുറത്തു പോകും. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ നിങ്ങൾ കാണിക്കുക നമ്മുടെ ഹൗസിനകത്ത് ചെന്നിട്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രൈം സാധനം എന്ന് പറഞ്ഞാൽ ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്യുക, കാണുന്ന ജനങ്ങളെ ഇമ്പ്രസ് ചെയ്യുക എന്നൊരു സാധനമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിനകത്ത് മറ്റൊരു സാധനം, ഇവരിൽ ഒരാളെ ഒറ്റിയിരുന്നെങ്കിൽ അത് ഇതിനൊരു വലിയ സീനായനെ. മറ്റവൻ സത്യസന്ധൻ ഇവനെ ഒറ്റി എന്നുള്ളത് പറഞ്ഞത് അത് ശരിയാ. പക്ഷെ ഒരു ലിമിറ്റിനപ്പുറം നമുക്കിത് ഇപ്പോൾ അവർ ഒരു 500 തവണ നടത്തി 500 തവണ ഇവർ ഈ കറക്റ്റ് കളം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെവിടെ പോയി നിന്നേനെ. സോ അറിഞ്ഞ് ബോധത്തോടെ കളിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു